ഏതാണ്ട് 4 പതിറ്റാണ്ട് മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാൻറ്റീൻ. അവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന താടിയും മുടിയുമെല്ലാം നീട്ടി വളർത്തിയ ഒരു കാഷായ വസ്ത്രധാരി മേശപ്പുറത്തുണ്ടായിരുന്ന പത്രത്തിലെ വിവാഹ പരസ്യത്തിലേക്ക് അവിചാരിതമായാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയുന്നത്. പത്രത്തിലെ പരസ്യത്തിൻ്റെ ചുരുക്കം ഇതായിരുന്നു: 23 വയസ്സുള്ള ഹൈസ്കൂൾ അധ്യാപകൻ കൂടിയായ യുവാവിന് 16നും 18നും മധ്യേ പ്രായമുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. പരസ്യം വായിച്ചു തീർന്നയാൾ നേരെ പോയത് കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ്. പരസ്യം പ്രസിദ്ധീകരിച്ച പത്രത്തിനെതിരെ അവിടെ കേസ് ഫയൽ ചെയ്തു. പരസ്യക്കാരനെതിരെ കാസർഗോഡ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലെ ആവശ്യം ഇതായിരുന്നു: അധ്യാപകന്റെ വിവാഹം തടഞ്ഞുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കണം. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി അധ്യാപകനെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ലെന്ന സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതി അവസാനിപ്പിച്ചു. എന്നാൽ അതിലും വലുത് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പ്രായപൂർത്തിയാവാത്ത മകളെ വിവാഹം കഴിപ്പിച്ചയച്ചതിന് അന്നത്തെ സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നതിന് പിന്നിലും ഇതേ കാഷായ വസ്ത്രധാരി കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്ത ഒരു ഹർജിയായിരുന്നു. ചൈൽഡ് മാരേജ് ആക്ട് എല്ലാവർക്കും ബാധകമാണെന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമായിരുന്നു തൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞ് വിനീതനായ ഒരു മനുഷ്യൻ്റെ ജീവചരിത്രമാണ് ഈ പുസ്തകം. കമൽറാം സജീവ് എഴുതിയ നവാബ് രാജേന്ദ്രൻ, ഒരു മനുഷ്യാവകാശ പോരാട്ടത്തിൻ്റെ ചരിത്രം. പൊതുതാൽപര്യ ഹർജികളിലൂടെ നവാബ് രാജേന്ദ്രൻ നടത്തിയ പോരാട്ടങ്ങൾ നിരവധിയാണ്. പത്രത്തിലെ വിവാഹ പരസ്യം പോലും അദ്ദേഹം ആയുധമാക്കി മാറ്റി. കോടതി കയറിയിറങ്ങിയിരുന്ന വ്യവഹാരിയായിരുന്ന നവാബ് രാജേന്ദ്രന് ഒരു ഭൂതകാലമുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്ന പിതാവിൻ്റെ പാത പിന്തുടർന്ന പത്രപ്രവർത്തകൻ. തൃശ്ശൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന നവാബ് പത്രത്തിൻ്റെ എഡിറ്ററും പബ്ലിഷറും റിപ്പോർട്ടറുമെല്ലാം നവാബ് രാജേന്ദ്രനായിരുന്നു. മറ്റാരും പ്രസിദ്ധീകരിക്കാത്ത വാർത്തകൾ മാത്രം നവാബ് പ്രസിദ്ധീകരിച്ചു. തുടരെ വാർത്തകൾ പുറത്തു വന്നതോടെ ശത്രുക്കളുടെ പട്ടിക നീണ്ടു. തട്ടിൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വാർത്ത പ്രസിദ്ധീകരിച്ചതോടെ അധികാരം അതിൻ്റെ മനുഷ്യരൂപം കാണിച്ചു തുടങ്ങി. ഭരണാധികാരികളും ഭരണകൂടവും രാജേന്ദ്രനെയും പത്രത്തെയും ഇല്ലാതാക്കാൻ സർവ്വസന്നാഹവുമായി രംഗത്തിറങ്ങി. പോലീസിന്റെ അതിക്രമങ്ങളെയും പീഡനങ്ങളെയും രാജേന്ദ്രൻ ശാരീരികമായും മാനസികമായും അതിജീവിച്ചെങ്കിലും പത്രം കാലാന്തരത്തിൽ വിസ്മൃതിയിലാണ്ടു. ഭരണകൂടങ്ങളും മാധ്യമങ്ങളും സമരസപ്പെട്ടു പോകുന്ന വർത്തമാനകാലത്ത് അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ തകർക്കാനാവാത്ത മാതൃകയായി നവാബ് രാജേന്ദ്രനും അദ്ദേഹത്തിന്റെ പത്രവും തലയുയർത്തി നിൽക്കുന്നു.